ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്തീയ കൂട്ടായ്മകളിൽ ഒന്ന്, ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തീയ കൺവെൻഷൻ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പമ്പയുടെ മണൽപ്പരപ്പിൽ തെളിഞ്ഞ ആത്മീയ പ്രഭ ഇന്നും അണയാതെ നിലനിൽക്കുന്നു. അതെ, നമ്മളിന്ന് സംസാരിക്കുന്നത് ചരിത്രപ്രസിദ്ധമായ മാരാമൺ കൺവെൻഷനെക്കുറിച്ചാണ്. പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിക്കും മാരാമണ്ണിനും ഇടയിലുള്ള പമ്പാ നദിയുടെ മണൽപ്പരപ്പിൽ എല്ലാ വർഷവും അരങ്ങേറുന്ന ഈ മഹാസംഗമത്തിന്റെ 131ാം സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ കൺവെൻഷന്റെ ചരിത്രവും വിശേഷങ്ങളും നമുക്ക് നോക്കാം. 19ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ മലങ്കര സഭയിൽ അബ്രഹാം മൽപ്പാൻ, കൈത്തയിൽ ഗീവർഗീസ് മൽപ്പാൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നവോത്ഥാന പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. വിശ്വാസികൾക്ക് സ്വന്തം ഭാഷയിൽ ബൈബിൾ ലഭ്യമാക്കുക, ആരാധനാക്രമങ്ങൾ ലളിതമാക്കുക തുടങ്ങിയവയായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഈ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ഫലമായി രൂപം കൊണ്ട മാർത്തോമാ സഭയുടെ ആത്മീയ ഉണർവിനായി ഒരു പൊതുവേദി എന്ന ആശയമാണ് മാരാമൺ കൺവെൻഷനിലേക്ക് നയിച്ചത്. 1888 രൂപീകൃതമായ മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘമാണ് കൺവെൻഷന്റെ ബുദ്ധികേന്ദ്രം. വിശ്വാസികളെ ഒന്നിപ്പിക്കാനും സുവിശേഷം പ്രചരിപ്പിക്കാനും ഒരു വലിയ വാർഷിക യോഗം വേണമെന്ന ആവശ്യം ഇവർ മുന്നോട്ടുവച്ചു. അക്കാലത്ത് യാത്രാ സൗകര്യങ്ങൾ കുറവായിരുന്നിട്ടും പമ്പാ നദിയുടെ തീരം ഇതിനായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1895 ഫെബ്രുവരി മാസത്തിലാണ് ചരിത്രപ്രധാനമായ ആദ്യ സമ്മേളനം നടക്കുന്നത്. നവീകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ മാർത്തോമാ സഭയുടെ മെത്രാപ്പോലീത്താമാരുടെയും വൈദികരുടെയും മേൽനോട്ടത്തിലായിരുന്നു ഇത്. ഇന്നത്തെ പോലെ വലിയ പന്തലുകൾക്ക് പകരം ആറ്റിലെ മണൽപ്പരപ്പിൽ വളരെ ലളിതമായ സൗകര്യങ്ങളോടെയാണ് ഇത് തുടങ്ങിയത്. 10 ദിവസമായിരുന്നു ആദ്യകാല ദൈർഘ്യം. മാരാമൺ കൺവെൻഷനെ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നതിൽ തമിഴ്നാട്ടുകാരനായ വി.ഡി. ഡേവിഡ് എന്ന പ്രഭാഷകന് വലിയ പങ്കുണ്ട്. 1896 രണ്ടാം കൺവെൻഷനിൽ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ വലിയൊരു ആത്മീയ വിപ്ലവം സൃഷ്ടിച്ചു. ഇതോടെ കൺവെൻഷനിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചു. കൺവെൻഷൻ നടത്താനായി മാരാമൺ എന്ന സ്ഥലം തെരഞ്ഞെടുക്കാൻ പ്രധാനമായും 3 കാരണങ്ങളുണ്ടായിരുന്നു. 1. മധ്യ തിരുവിതാംകൂറിലെ പ്രധാന ക്രൈസ്തവ കേന്ദ്രങ്ങൾക്കിടയിലുള്ള സ്ഥലം. 2. ജലഗതാഗതമായിരുന്നു അന്നു പ്രധാനം. വള്ളങ്ങളിൽ ദൂരസ്ഥലങ്ങളിൽ നിന്നും ആളുകൾക്ക് ഇവിടെ എത്തിച്ചേരാൻ എളുപ്പമായിരുന്നു. 3. വേനൽക്കാലത്ത് പമ്പാ നദി വറ്റുന്നതോടെ തെളിയുന്ന വിശാലമായ മണൽപ്പരപ്പ് ഒരു വലിയ പന്തൽ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഇടമായിരുന്നു. മാരാമൺ കൺവെൻഷന്റെ വേദിയും പന്തൽ നിർമ്മാണവും ഏറെ പ്രത്യേകതകളുള്ളതാണ്. ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമെന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന ഈ പന്തലിന്റെ സവിശേഷതകൾ ഇങ്ങനെ ഉൾപ്പെടുത്താം. കൺവെൻഷന്റെ ഏറ്റവും വലിയ ആകർഷണം പമ്പാ നദിയുടെ വിശാലമായ മണൽപ്പുറമാണ്. പമ്പാ നദി ഒരുക്കുന്ന പ്രകൃതിദത്തമായ വേദിയാണിത്. എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിലെ 2ാം ഞായറാഴ്ചയാണ് കൺവെൻഷൻ ആരംഭിക്കുന്നത്. ഈ സമയത്ത് പമ്പാ നദിയിലെ ജലനിരപ്പ് കുറയുകയും വിശാലമായ മണൽത്തിട്ടകൾ രൂപം കൊള്ളുകയും ചെയ്യുന്നു. പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി പാലത്തിനു തൊട്ടടുത്തുള്ള മാരാമൺ ഭാഗത്തെ മണൽപ്പുറമാണ് വേദി. നദിക്ക് നടുവിലുള്ള ഈ മണൽപ്പുറം പ്രകൃതി ഒരുക്കിയ ഒരു വലിയ സ്റ്റേഡിയം പോലെയാണ്. എല്ലാ വർഷവും കൺവെൻഷനായി പുതിയ പന്തൽ നിർമ്മിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ലോകത്തിലെ ഏറ്റവും വലിയ താൽക്കാലിക പന്തൽ എന്ന ഖ്യാതി കൂടിയുണ്ട് മാരാമണ്ണിലെ കൺവെൻഷൻ പന്തലിന്. 100,000-ലധികം ആളുകൾക്ക് ഒരേ സമയം ഇരിക്കാൻ കഴിയുന്നത്ര വിസ്തൃതി ഈ പന്തലിനുണ്ട്. തെങ്ങിൻ തടികൾ അല്ലെങ്കിൽ കവുങ്ങ്, മുളകൾ, കയർ, പിന്നെ ലക്ഷക്കണക്കിന് ഓല എന്നിങ്ങനെ പൂർണ്ണമായും പ്രകൃതിദത്തമായ വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത് ഇതിനായി ഉപയോഗിക്കുന്നത്. പ്ലാസ്റ്റിക് കവറുകളോ മറ്റു കൃത്രിമ വസ്തുക്കളോ മേൽക്കൂരയ്ക്കായി ഉപയോഗിക്കാറില്ല എന്നത് ശ്രദ്ധേയമാണ്. മുൻകാലങ്ങളിൽ കസേരകൾക്ക് പകരം ആളുകൾ മണലിൽ പായ വിരിച്ചോ തറയിലോ ആണിരിക്കുന്നത്. ഇത് എല്ലാവരും തുല്യരാണെന്ന സന്ദർഭം നൽകുന്നു. പമ്പയുടെ സംരക്ഷണത്തിന് അതീവ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് കൺവെൻഷൻ നടത്തുന്നത്. കൺവെൻഷന് ശേഷം പന്തൽ പൊളിച്ചുമാറ്റുകയും മണൽപ്പുറം പഴയപടിയാക്കി തീർക്കുകയും ചെയ്യുന്നു. പ്ലാസ്റ്റിക് പൂർണ്ണമായും നിരോധിച്ചുകൊണ്ട് ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് അടുത്ത കാലത്ത് കൺവെൻഷൻ നടക്കുന്നത്. തുടക്കത്തിൽ പ്രാദേശികമായിരുന്ന ഈ സംഗമം പടിപടിയായി വളർന്നു. വിദേശി മിഷനറിമാരും ആഗോളതലത്തിൽ അറിയപ്പെടുന്ന സുവിശേഷകരും ഇവിടെ പ്രസംഗിക്കാനെത്തിയതോടെ ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സംഗമം എന്ന ഖ്യാതി മാരാമണ്ണിന് ലഭിച്ചു. ഇന്ത്യയുടെ വിദേശ നയങ്ങളും മതസൗഹാർദ്ദവും ഉയർത്തിക്കാട്ടുന്ന ഒരു വേദി കൂടിയായി ഇതു മാറി.
മാരാമൻ കൺവെൻഷന്റെ ഏറ്റവും ഉജ്ജ്വലമായ വശങ്ങളിലൊന്ന് അത് ഉയർത്തിപ്പിടിക്കുന്ന മതസൗഹാർദ്ദവും സാമൂഹിക അഖണ്ഡതയുമാണ്. പമ്പയുടെ മണൽപ്പുറം കേവലം ഒരു ക്രൈസ്തവ സംഗമവേദിയെന്നതിലുപരി കേരളത്തിന്റെ മതേതര മനസ്സിന്റെ പ്രതീകമായി മാറിയത് എങ്ങനെയെന്ന് വിശദീകരിക്കാം. കൺവെൻഷൻ ആവശ്യമായ കൂറ്റൻ പന്തൽ നിർമ്മിക്കുന്നത് ഒരു ജനതയുടെ മുഴുവൻ സഹകരണത്തോടെയാണ്. പന്തൽ മേയാൻ ആവശ്യമായ ആയിരക്കണക്കിന് തെങ്ങോലകൾ നൽകുന്നത് പ്രദേശത്തെ ഹൈന്ദവ മുസ്ലിം കുടുംബങ്ങൾ കൂടിയാണ്. തങ്ങളുടെ പുരയിടത്തിലെ തെങ്ങുകളിൽ നിന്ന് ആദ്യമായി വെട്ടുന്ന ഓലകൾ കൺവെൻഷനായി മാറ്റിവെക്കുന്ന ഒരു പാരമ്പര്യം പല കുടുംബങ്ങൾക്കും ഇന്നുമുണ്ട്. പാശ്ചാത്യ മിഷണറിമാരുടെ സ്വാധീനമുണ്ടായിരുന്നിട്ടും മാരാമൻ കൺവെൻഷൻ അതിന്റെ ശൈലിയിൽ എന്നും ഭാരതീയത നിലനിർത്തുന്നു എന്ന് പറയാം. ജനങ്ങൾ മണൽപ്പരപ്പിൽ ചമ്രം പടഞ്ഞിരുന്ന് പ്രഭാഷണങ്ങൾ കേൾക്കുന്നത് പുരാതന ഭാരതീയ സമ്പ്രദായത്തെ ഓർമ്മിപ്പിക്കുന്നു. വേഷവിധാനത്തിലും ഭക്ഷണരീതിയിലും കേരളീയമായ തനിമയാണിവിടെ പുലർത്തുന്നത്. ഇത് ഇതര മതസ്ഥർക്ക് ഈ കൂട്ടായ്മയോട് ഒരു ആത്മബന്ധം തോന്നാൻ കാരണമാകുന്നു. സാമൂഹിക നവോത്ഥാനത്തിന്റെ വേദി കൂടിയായി മാറിയിട്ടുണ്ട് മാരാമൺ കൺവെൻഷൻ. മാരാമൺ കൺവെൻഷന്റെ തുടക്കകാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ ഈ മണൽപ്പുറം ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. എല്ലാ മനുഷ്യരും ദൈവത്തിനു മുൻപിൽ തുല്യരാണെന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഐത്തത്തിനെതിരെ താഴ്ന്ന ജാതിക്കാരായി കണക്കാക്കപ്പെട്ടിരുന്നവരെയും പന്തലിനുള്ളിൽ ഒരുമിച്ചിരുത്തി പ്രസംഗങ്ങൾ കേൾപ്പിച്ചു. ഇത് വലിയൊരു സാമൂഹിക വിപ്ലവമായിരുന്നു. അറിവില്ലായ്മയാണ് അടിമത്വത്തിന് കാരണമെന്ന് വിശ്വസിച്ചിരുന്ന സഭാപിതാക്കന്മാർ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഈ വേദിയെ ഉപയോഗിച്ചു. കൺവെൻഷൻ നടക്കുന്ന ദിവസങ്ങളിൽ കോഴഞ്ചേരി ടൗണും പരിസര പ്രദേശങ്ങളും ഒരു ഉത്സവ പ്രതീതിയിലായിരിക്കും. ഇതര മതസ്ഥരായ വ്യാപാരികൾ കൺവെൻഷൻ എത്തുന്നവർക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുന്നതിൽ മുൻപന്തിയിലുണ്ടാകും. പ്രാദേശിക ക്ഷേത്രങ്ങളും പള്ളികളും കൺവെൻഷൻ പ്രതിനിധികൾക്ക് പാർപ്പിടവും മറ്റും ഒരുക്കുന്നതിൽ സഹകരിക്കാറുണ്ട്. കോഴഞ്ചേരിയുടെ ആതിഥേയ മര്യാദയ്ക്കും മതസൗഹാർദ്ദത്തിനും ഉദാഹരണമാണിത്. വിവിധ മതചിന്തകരും സാംസ്കാരിക നായകരും പലപ്പോഴും ഈ മണൽപ്പുറത്തെ സന്ദർശിക്കാറുണ്ട്. മതങ്ങൾ തമ്മിലുള്ള വിദ്വേഷമല്ല, മറിച്ച് സ്നേഹവും സമാധാനവുമാണ് ലോകത്തിനാവശ്യമെന്ന സന്ദേശമാണ് ഓരോ കൺവെൻഷനും പങ്കുവയ്ക്കുന്നത്. ഒരു മതവിഭാഗത്തിന്റെ പരിപാടിയായിട്ടും മറ്റുള്ളവർക്കിത് ശല്യമായി അനുഭവപ്പെടാത്ത വിധത്തിലുള്ള അച്ചടക്കവും ഇവിടെയുണ്ട്. മതം മനുഷ്യനെ വേർതിരിക്കാനല്ല, മറിച്ച് സ്നേഹത്താൽ കൂട്ടിയിണക്കാനാണെന്ന് ഈ പമ്പയുടെ മണൽത്തരികൾ നമ്മെ പഠിപ്പിക്കുന്നു. ഓലമെടയുന്ന കൈകൾ മുതൽ കുടിവെള്ളം നൽകുന്ന സന്നദ്ധ പ്രവർത്തകർ വരെ ഇവിടെ ഒരു മതമേയുള്ളൂ, അത് മനുഷ്യത്വമാണ്. കാലം മാറിയെങ്കിലും മാരാമണ്ണിന്റെ ആത്മീയ ചൈതന്യത്തിന് മാറ്റം വന്നിട്ടില്ല. പമ്പയുടെ കുളിർമയുള്ള കാറ്റേറ്റ് മണൽപ്പരപ്പിലിരുന്ന് വചനപ്രഘോഷണം കേൾക്കാൻ പതിനായിരങ്ങൾ ഇന്നും ഒഴുകിയെത്തുന്നു. ഇത് കേവലം ഒരു കൂടിച്ചേരലല്ല, മറിച്ച് വലിയൊരു പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ്. ഈ ചരിത്രഭൂമി സന്ദർശിക്കാത്തവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും അവിടുത്തെ ആ ശാന്തതയും ആത്മീയതയും അനുഭവിക്കണം.